വള്ളിയൂർ ഗണേശ പുരാണ സപ്താഹ യജ്ഞവേദിയിൽ ദർശന സുഹൃതമായി ശ്രീ ഗണേശ കല്യാണോത്സവം ഇന്ന് നടക്കും. കേരളത്തിൽ ആദ്യമായാണ് ഗണേശ പുരാണ സപ്താഹ യജ്ഞം നടക്കുന്നത്. ഭഗവാനെ പ്രത്യേക പീഠത്തിലിരുത്തി വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിച്ച് സപ്താഹ മണ്ഡപത്തിലേക്ക് ആനയിക്കും. താലപ്പൊലിയും പുഷ്പവൃഷ്ടിയുമായി വരനായ ശ്രീ ഗണേശനെ വരവേൽക്കും. തുടർന്നാണ് സിദ്ധിയും ബുദ്ധിയുമായുള്ള പരിണയം. ഞായറാഴ്ച ഗണേശ പുരാണ സപ്താഹ സമർപ്പണത്തോടെ സപ്താഹത്തിന് സമാപനം കുറിക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? മറ്റ് വിശേഷങ്ങളും കൂടി. വളരെ അനുഗ്രഹീതമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന് എന്ന് പറയാം. നമുക്കറിയാം, ഇന്ന് വള്ളിയൂർ ക്ഷേത്ര പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 5 ദിവസങ്ങളായി ഇന്ന് 6ാം ദിവസമാണ്. സപ്താഹമാണ് ഇവിടെ, ഗണേശ സപ്താഹം. അത് തന്നെ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സപ്താഹം എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ വള്ളിയൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഈ ഗണേശ സപ്താഹവുമായി ബന്ധപ്പെട്ട് ഗണേശപുരാണ സപ്താഹം എന്ന് നമുക്ക് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ നിരവധി സപ്താഹങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ട്. ശ്രീമദ് ഭാഗവത സപ്താഹത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ട്. അതെല്ലാം കേരളത്തിൽ സാധാരണയായി എല്ലാ ക്ഷേത്രങ്ങളിലും അതാത് കാലഘട്ടങ്ങളിലായി നടന്നു വരുന്നതാണ്. അതിന് കൂടുതൽ പ്രചാരമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഗണേശ പുരാണ സപ്താഹം എന്ന് പറയുന്നത് അത് വളരെ വിശിഷ്ടമായിട്ട് ഒന്നാണ്. പക്ഷേ ഉത്തരേന്ത്യയിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് നടക്കാറുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ കേരളത്തിൽ ഇത് ആദ്യമായാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ മഹാഗണപതി ഭക്തരെല്ലാം തന്നെ ഈ ഗണേശ സപ്താഹം നടക്കുന്ന വേദികളിലേക്ക്, ഈ യജ്ഞവേദിയിലേക്ക് കഴിഞ്ഞ ഏതാണ്ട് 5 ദിവസങ്ങളായി ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമുക്ക് പറയാം. കാരണം ഇന്ന് ഈ ഭഗവാന്റെ കല്യാണ ദിവസമാണ്. നമുക്കറിയാം, ഈ സപ്താഹ ശ്രീമദ് ഭാഗവത സപ്താഹമെല്ലാം നടക്കുമ്പോൾ ഈ രുക്മിണി സ്വയംവര ദിവസം എന്ന് പറയുന്നത് ഒരു സാധാരണ ഇത്തരത്തിൽ കഥകളെല്ലാം കേട്ട്, ഭാഗവത കഥകളെല്ലാം കേട്ട് ഒരു അത്തരത്തിലുള്ള ഒരു കഥകളെല്ലാം കേൾക്കുന്ന ഒരു ദിവസത്തിൽ നിന്നും ഒരു ആഘോഷത്തിൻ്റെതായിട്ടുള്ള ഒരു ദിവസമാകുന്ന ദിവസമാണ് ഈ രുക്മിണി സ്വയംവര ദിവസമെല്ലാം ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഇന്ന് ഗണേശന്റെ ഗണങ്ങളുടെ നാഥനായിട്ടുള്ള മഹാഗണപതിയുടെ വിവാഹമാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊപ്പം ഇപ്പോൾ വള്ളിയൂർ ശ്രീ പരമേശ്വരൻ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നൊരു വളരെ ഒരു ആഘോഷത്തിന്റെ കൂടി ദിവസമാണല്ലോ ഈ സപ്താഹ ദിവസത്തിൽ. മഹാഗണപതിയുടെ വിവാഹമാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഈ ചടങ്ങുകളെല്ലാം? ഇന്ന് മഹാസിദ്ധി ബുദ്ധി പത്നിമാരെ മഹാഗണപതിയുടെ കൂടെ എഴുന്നള്ളിക്കുന്നു. മഹാഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നും നമ്മൾ രുക്മിണി സ്വയംവരം പോലെ സിദ്ധിബുദ്ധിയെ താലപ്പൊലിയോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി സ്വീകരിച്ചുകൊണ്ട് യജ്ഞശാലയിലെത്തി യജ്ഞമണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ച് വർണ്ണമാല്യങ്ങളൊക്കെ അണിയിച്ച് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് ആ മലർ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്ത് നെൽപ്പറ വെച്ച് എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായി ആ സിദ്ധിബുദ്ധി വിവാഹം, ആ ഗണപതിയുടെ കല്യാണ മഹോത്സവം കൊണ്ടാടുകയാണ്. ചരിത്രത്തിൽ തന്നെ പല വിധത്തിലുള്ള കഥകൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാം. നമ്മുടെ ഗണേശന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കേൾക്കാം. അതെ, ഇത് ഗണേശ പുരാണത്തിൽ അങ്ങനെയുള്ള കഥകളും നമ്മൾ സാധാരണ കേൾക്കാറുള്ള കഥകൾ കുറവാണ് ഈ ഗണേശ പുരാണത്തിൽ കാണുന്നത്. ഈ സിദ്ധിബുദ്ധിയുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് അവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കാനുള്ള ചരിത്രം ഈ പുരാണത്തിൽ കാണുന്നില്ല. പക്ഷെ മറ്റു പുരാണങ്ങൾ അതിനെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. ഗണേശ പുരാണം അതിൽ ഈ വ്യാസൻ എഴുതിയിട്ടില്ല ആ പുരാണത്തിൽ. അതാണ് അതിൻ്റെ ഒരു മാറ്റം. തന്നെ മഹാഗണപതിയെ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് ഈ പുരാണ ഗ്രന്ഥത്തിൽ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സപ്താഹം, ഗണേശ പുരാണ സപ്താഹം നടക്കുന്നതന്നെ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഗണേശ പുരാണ സത്രം നടന്നിട്ടുണ്ട്. സപ്താഹമായിട്ട് 7 ദിവസം കൊണ്ട് വായിക്കുന്നത് ആദ്യമായിട്ടാണ്. അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഗണേശ പുരാണം വായിക്കണമെന്ന്. പക്ഷേ അച്ഛൻ്റെ മുഴുവൻ വായിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഇവിടെ നിന്ന് വെല്ലുമ്പലത്തിൽ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു സപ്താഹം നടത്തുന്ന അച്ഛൻ പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സാധിച്ചിട്ടില്ല. ഇന്ന് മഹാഗണപതി അച്ഛൻ അനുഗ്രഹത്തോടുകൂടി ഇങ്ങനെ ഒരു യജ്ഞം നടത്തി തരികയാണ്. അത് നല്ലൊരു ഭംഗിയായിട്ട് ഗണപതിയുടെ ചരിത്രം വിസ്തരിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ഈ ആളുകളുടെ ഒരു ഇവിടുത്തെ ഈ 5 ദിവസങ്ങളിലുള്ള എങ്ങനെയാണ് ആളുകൾ ഈ സപ്താഹത്തെ സ്വീകരിച്ചിരിക്കുന്നത്? നല്ല ഗംഭീരമായി സ്വീകരിച്ചു. എല്ലാ ദിവസവും നല്ല ശ്രദ്ധയോടുകൂടി സദസ്സുണ്ട്. തന്നെയല്ല
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനവധി ഭക്തന്മാർ ഈ യജ്ഞം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയോ ജനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വരാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ മാധ്യമങ്ങൾ വഴി നമ്മളത് ആ ഗണേശൻ്റെ ചരിത്രം ലോകം മുഴുവൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര മഹാത്മ്യമാണ് ഗണപതിക്കുള്ളതെന്ന് ഉറപ്പായി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യജ്ഞം ഇവിടെ നടക്കില്ല. ഒരു ഭക്തൻ്റെ വഴിപാടാണെങ്കിലും ആ വഴിപാടിനെ ഭക്തന്മാരെല്ലാം സ്വീകരിച്ചു. ഞങ്ങൾക്കൊരു അത്ഭുതമായി. ഇത്രയധികം ഗണേശ പുരാണത്തിൽ മഹാഗണപതിയുടെ മഹാത്മ്യം വർണ്ണിച്ചു കേട്ടപ്പോൾ അത്ര മഹാത്മ്യമാണ് ഗണപതിക്കെന്ന് ഉറപ്പായി. നമുക്കറിയാം ഈ വിനായക ചതുർത്ഥിയെല്ലാം ഇവിടെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതാണ്. നമ്മൾ ഇതെല്ലാം തത്സമയം കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ അതിമനോഹരമായി ജനം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഗണേശ പുരാണ സപ്താഹവും ഈ ക്ഷേത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി മാറി. ഇനിയിപ്പോൾ വരും വർഷങ്ങളിലും തുടരാനുള്ളൊരു സാധ്യതയുണ്ടോ? മുൻ വർഷത്തിൽ ഉറപ്പായിട്ട് നടത്തുന്ന ആഗ്രഹമുണ്ട്. ഗണപതി നടത്തി തരണം, അതേ ഉള്ളൂ. ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ഇതന്നെ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ നടന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു യജ്ഞമാണിത്. നമ്മൾ സാധാരണ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ യജ്ഞം നടക്കുന്നത്. ഒരു ഭക്തനും ഇങ്ങനെ മനസ്സിൽ തോന്നി എൻ്റെ വക ഗണേശ പുരാണ സപ്താഹം നടത്തണമെന്ന്. അപ്പോൾ അത് അനുയോജ്യനായ ഒരു മഹാത്മാവിനെ നമുക്ക് കിട്ടുകയും ചെയ്തു. അദ്ദേഹം ആ ഗണേശ പുരാണം വിസ്തരിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പം സാധാരണ നമ്മൾ ഈ രുക്മിണി സ്വയംവരത്തിന് ഈ സപ്താഹത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു കല്യാണം നടക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നു. വധു വരൻ എല്ലാം തന്നെ വരുന്നു, അവരുടെ കുടുംബങ്ങൾ വരുന്നു, ഒരു ഘോഷയാത്ര ഉണ്ടാകുന്നു, എന്നിട്ട് അവിടെ ഒരു വിവാഹം താലികെട്ടെല്ലാം നടക്കുന്നു. അതുപോലെ തന്നെയാണോ ഇവിടുത്തെ നടക്കുന്നത്? അതുപോലെ തന്നെയാണ്. അവരെ സ്വീകരിച്ച് വധുവരന്മാരെ സ്വീകരിച്ച് കൊണ്ടുവന്ന് യജ്ഞപീഠത്തിലിരുത്തി നമ്മൾ താലി കെട്ടുക, മാലയാർത്തുക, പറവയ്ക്കുക ഒക്കെ എല്ലാം ഉണ്ട്. രുക്മിണി സമയം എന്തൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്, ആഘോഷപരം നടത്തുന്നുണ്ടോ അതുപോലെയൊക്കെ നടത്തുന്നുണ്ട്. ഇത് കൊല്ലം അടുത്ത വർഷമാകുമ്പോൾ ഇതിലും ഗംഭീരമായി നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണല്ലോ നമ്മൾ പോലും ഇത്ര മഹാത്മ്യം അറിയുന്നത്. നമ്മൾ പലയിടത്തും പ്രതിഷ്ഠയുണ്ട് സിദ്ധിബുദ്ധി, പക്ഷേ ചരിത്രം ഇപ്പോഴാണ് ഇത്ര ഗംഭീരമായിട്ട് അറിയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലേ ആരംഭിച്ചത്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ആരംഭിച്ച സപ്താഹം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യജ്ഞവേദിയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ഈ സപ്താഹത്തിൻ്റെ ആരംഭമായത്. പറയുന്നത് പോലെ തന്നെ ഈ ഗണേശ പുരാണമാണ് ഈ സപ്താഹത്തിൽ പ്രധാനമായും വായിക്കുന്നത്. ഈ മള്ളിയൂർ ക്ഷേത്ര സന്നിധിയിൽ തന്നെയുള്ള പ്രത്യേക യജ്ഞവേദിയിൽ ഇപ്പോൾ അതിൻ്റെ ഗണേശ പുരാണ പാരായണം നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ്. നേരിട്ടും അല്ലാതെയും ഈ ഓൺലൈനിലൂടെയും എല്ലാം നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ ഗണേശ പുരാണ സപ്താഹ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രശസ്തനായിട്ടുള്ള ശരത് ഹേ ഹരിദാസനാണ്. ശരത് ഹേ ഹരിദാസനും അതുപോലെ തന്നെ മാടമന രാജേന്ദ്ര നമ്പൂതിരി എന്നിവരാണ് മുഖ്യ യജ്ഞാചാര്യരായിട്ടുള്ളത്. അവർ കഴിഞ്ഞ 5 ദിവസമായി ഇന്ന് 6ാം ദിവസം ഗണേശ പുരാണ കഥകൾ ഇങ്ങനെ ഭക്തർക്ക് വേണ്ടി പാരായണം ചെയ്യുന്നു. അതിൻ്റെ വിശകലനവും അതുപോലെ തന്നെ വിവരണവുമെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണ സപ്താഹത്തിൽ നടക്കാറുള്ളത് പോലെയുള്ള ഇന്ന് 6ാം ദിവസമാണ്. ഏറ്റവും ഉള്ള ഗണപതി വിവാഹ ആഘോഷം നടക്കുന്നത് ഇന്നാണ്. അതിൻ്റെ ചടങ്ങുകൾ ഏതാണ്ട് 12 മണിക്ക് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 12 മണിക്ക് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. 12 മണിക്ക് ഇത്തരത്തിലുള്ള ഘോഷയാത്ര ആരംഭിക്കുകയും ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യും. പ്രദക്ഷിണത്തിന് ശേഷം ഈ യജ്ഞവേദിയിൽ എത്തിച്ച് ഗണപതിയെയും അതുപോലെ തന്നെ ഇരു ഭാര്യമാരെയും ഇരുവരുടെയും വിഗ്രഹം ഈ യജ്ഞവേദിയിൽ എത്തിച്ച് താലി കെട്ടുന്നതടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഏതായാലും ഇപ്പോൾ യജ്ഞവേദിയിൽ സപ്താഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. 6ാം ദിവസം ഇന്ന് 12 മണിയോടുകൂടി ഗണപതി വിവാഹ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും.